അതാ ഒരു ലോകത്ത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഗാമിയായ ഒരു രാജാവുണ്ടായിരുന്നു. ഹദീസിൽ വന്ന സംഭവമാണ്. ആ രാജാവിന്റെ അടുക്കലോ ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. ഞാൻ പെരുമലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഉമ്മമാര് ചിലർ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവരുണ്ട്. പോകല്ലേ ഉമ്മ, അത് ഈമാനിനെ നിരക്കുന്നതല്ല. ചിലർ ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോകുന്നവരുണ്ട്. പോകല്ല പെങ്ങളെ, അത് ഇസ്ലാമിന് പറ്റിയതല്ല. മാരണവിദ്യ ചെയ്യുന്നവരുണ്ട്, അത് ഇസ്ലാമിന് പറ്റിയതല്ല, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. മാരണം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അന്യനിൽ അസൂയ മൂത്തിട്ട് ഏതോ അമ്പലത്തിലോ ജ്യോത്സ്യന്മാരുടെയോ കണക്കന്മാരുടെയോ മുമ്പിൽ പോയിട്ട് അവിടുന്ന് മന്ത്രം കൊടുക്കുന്നവരുണ്ട്. അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ചിലര് പറയും, മൊയ്ലാരെ അങ്ങനൊക്കെ ഉണ്ടോ? അതെ, മന്ത്രങ്ങൾ നേരിട്ടുണ്ട്, റിമോട്ട് മന്ത്രവും ഉണ്ട്. അതുപോലെ തന്നെ പീഡിപ്പിക്കലോ നേരിട്ടുമുണ്ട്, റിമോട്ട് പീഡിപ്പിക്കലും ഉണ്ട്. ഇപ്പൊ ബോംബൊക്കെ പൊട്ടിക്കുന്ന റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ ഒരു റിമോട്ടാണ് ഈ സിഹർ എന്ന് പറയുന്നത്. അത് നേരിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അതൊരു റിമോട്ട് പീഡനമാണ്. അതുകൊണ്ട് പ്രതിയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. തോട്ടയെറിഞ്ഞാൽ പ്രതിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവിടുന്ന് കൈബോംബെറിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതേ സമയത്ത് ടൈമർ ബോംബ് ഉപയോഗിച്ചാലോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നതുപോലെ സിഹർ ചെയ്ത ആളെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് ബഹുമാനപ്പെട്ട ഇമാമുകൾ മുഴുവനും പറയുന്നുണ്ട്. ചിലപ്പോഴെന്ത് ചെയ്യും, പെങ്ങൾക്ക് ഒരു തോന്നൽ വരും, എന്റെ ആങ്ങളയുടെ ഭാര്യയായ എന്റെ നാത്തൂനോട് വല്ലാത്ത സ്നേഹവും അതുമുതൽ എന്നോടൊരകൽച്ചയും വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുമ്പോൾ ഉടനെ പോകും. എന്നിട്ട് തന്റെ ആങ്ങളയുടെ ഭാര്യയും കൂടി സ്ലിപ്പാകാൻ ഒരു പണി ചെയ്യും. ചിലപ്പോഴതങ്ങ് സിഹറായി പോകും. ആ സിഹർ ചെയ്യൽ മോളെ വൻ പാപങ്ങളിൽ പെട്ടതാണ്, പാടില്ല കേട്ടോ, കടുത്ത തെറ്റാണ്.